ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ആഴ്ചകൾ മാസങ്ങളായി നമ്മളെ വീഡിയോ ഒക്കെ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരാഴ്ച എന്തായാലും ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റും ഒന്നും തന്നെ കിട്ടണില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടലില്ല കേട്ടോ. എന്നും എൻ്റെ അടുക്കളയിലെ കുക്കിങ്ങും വീഡിയോസും കാണുമ്പോൾ എല്ലാവർക്കും ഒരു വെറുപ്പും മടുപ്പും ഒക്കെ തോന്നുമല്ലോ വിചാരിച്ചിട്ട് ഞാനൊരു ഇടവേള എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇനി വീഡിയോ ഇടാമെന്ന് തന്നെ വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ഇട് എന്താ വീഡിയോ ഇടാത്തത് തന്നെ അറിയുന്നവരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നമ്പറൊക്കെ കയ്യിലുള്ള ആൾക്കാരതാണേ പറയണത്. അല്ലാതെ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞണ്ട് കിട്ടീണേ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഞണ്ടും ചെമ്മീനുമാണ് കിട്ടിയത്. അപ്പം അതൊന്ന് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞണ്ട് മുറിച്ചെടുക്കണമല്ലോ, ഇതാദ്യം ഒന്ന് നല്ല വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഞണ്ട് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് ഞണ്ട് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും. അപ്പം ചെറിയ ഞണ്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറച്ചിയൊന്നും ഇല്ല കേട്ടോ ഇതിൽ. പിന്നെ ഒരു കറി ഉണ്ടാക്കുക അത്ര തന്നെ ഉള്ളൂ. അപ്പം വലിയ ഞണ്ടിൻ്റെ അത്രയൊന്നും ഇറച്ചി ഇതിലുണ്ടാവില്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ചിലതിന് ഒരു പ്രത്യേകതയാണ് കേട്ടോ. ചെറിയ ഞണ്ടിന് എല്ലാം കലങ്ങി പോയ പോലെ ഉണ്ടാവുക. ഇറച്ചിയൊക്കെ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അത് കാണാം പ്രത്യേകമായിട്ട്. അപ്പം ഇങ്ങനെയാകുമ്പോൾ പിന്നെ നല്ലോണം വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കും ചെയ്യാം. പൈപ്പിൻ്റെ ചോട്ട് തന്നെ വെച്ച് മുറിക്കാമെന്നും വിചാരിച്ചതാട്ടെ ഞാൻ. അപ്പോൾ ചിലതൊന്നും തീരെ പറ്റാത്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് പറയും ചെയ്ത്, ചിലതൊന്നും തീരെ പറ്റൂല, പനിച്ച ഞണ്ട് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഞണ്ടാണ് കേട്ടോ ചിലതൊക്കെ. അപ്പോൾ എന്നാലും വേണ്ടിയില്ല, വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഫ്രഷാണ് സംഭവം, അങ്ങനെ ചീഞ്ഞ സ്മെല്ലോ കാര്യമോ ഒന്നുമില്ല. സംഭവം ഫ്രഷാണ് എന്തുതന്നെയായാലും. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്ദുമോൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നിപ്പോൾ ഏത് കറിയമ്മ ആദ്യം ഉണ്ടാക്കുക, ഞണ്ട് ഫ്രൈ ആണോ ആദ്യം ഉണ്ടാക്കുക, ചെമ്മീൻ ഫ്രൈ ആണോ ഉണ്ടാക്കുക? കാരണം ഓൾക്ക് പൊറോട്ട തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. ഇന്ന് രാവിലെ അനീഷേട്ടൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പീടികയിൽ പോയിട്ട് പൊറോട്ട വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഒന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ നന്ദുമോളും അബിയൊക്കെ ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് നല്ല നേരം വൈകിട്ടാട്ടോ ഉറങ്ങി നീക്കുക. അപ്പം ഒന്ന് ഉറങ്ങി നീച്ചപ്പം പറയാണ്, കറിയൊന്നും ഇല്ലല്ലോ പൊറോട്ടയ്ക്ക് എന്ന്. പക്ഷേ മീൻ കറി ഉണ്ട്, രാത്രിയിലെ മീൻ കറിയൊക്കെ ഞാൻ ചൂടാക്കി എടുത്ത് വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ പറയാം, എനിക്ക് അത് വേണ്ടമ്മേ, എനിക്ക് എന്തായാലും ഇനി ഈ കറി ആയിട്ട് മതി എന്ന് പറഞ്ഞ്. അപ്പം ഞാനത് വേഗം ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ നന്ദുമോൾക്ക്. പിന്നെ ഇന്ന് അബിക്കൊരു കല്യാണം ഉണ്ട്, അനീഷേട്ടന് പകൽ വീടിന് അടുത്തൊരു കുടിയിരിക്കലിനും പോവാണ്ട്. പിന്നെ വൈകുന്നേരത്തേക്കും കൂടി ഉള്ളതാണിത്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു കല്യാണം കൂടി ഉണ്ട്. അപ്പം വൈകുന്നേരത്തേനും ഞാനും നന്ദുമോളും അനീഷേട്ടനും പോവും. ഇപ്പോഴത്തേന് പിന്നെ ഞാൻ അനീഷേട്ടനെ മാത്രം പറഞ്ഞയച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പോവാൻ വീട്ടിലെ പണി കഴിയാതെ നമുക്ക് പോവാൻ അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചെമ്മിയൊക്കെ മുറിച്ചെടുത്തുന്നു കേട്ടോ, അമ്മ മുറിച്ച് സഹായിച്ച് തന്നണേ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരത്തെ ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഞാനിതാ വേഗം അടുപ്പത്തുനിന്ന് ചോറൊക്കെ ഊറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. കാരണം അരിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ വെച്ചത്. അവിടെ നല്ലോണം തുടച്ചിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളിയൊക്കെ അരിയൽ. അപ്പം വേഗം അവിടെ നിന്ന് തന്നെ വാരിയിടാമല്ലോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാ പോലെ തന്നെയാണ് കേട്ടോ, വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കും. അപ്പം നല്ല ടേസ്റ്റാണ് ഇതിന്, പ്രത്യേകിച്ച് പറയണ്ട കേട്ടോ. ചോറ് തിന്നാൻ പിന്നെ വേറെ കറിയും കാര്യങ്ങളൊന്നും വേണ്ട. ഞണ്ട് സൂപ്പറാണെങ്കിൽ നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ചീച്ചിലൊന്നും ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് കുഴപ്പമില്ലാത്ത കറി തന്നെ ആയിരിക്കും. അപ്പോൾ തീയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട് സ്ട്രോങ്ങിൽ കത്തണോണ്ടാന്ന് തോന്നുന്നുണ്ട്, പുറത്തേക്കാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നല്ല ചൂടാണ്. ഇപ്പോഴത്തെ ചൂടിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ അല്ലേ. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഒരു ദിവസം ഒരു കുളിയും 2 കുളിയൊന്നും കുളിച്ചാൽ മതിയാവാത്ത അത്ര ചൂടുണ്ട്. അപ്പം ഞാനതൊന്ന് വേഗം ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. നല്ല മഞ്ഞപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തപ്പം. ഇപ്പോൾ വാങ്ങിയ മഞ്ഞപ്പൊടിക്ക് നല്ല അടിപൊളി കളറാണെന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിലിട്ട് നോക്കിയപ്പോൾ അതിനെ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്ത്, മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പിന്നെ ഉള്ളി വാട്ടുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തണേ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പം ഞാനൊന്ന് ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞണ്ട് മുറിച്ച് വെച്ചത് തന്നെ നല്ല ഉഷാറായി, വെള്ളമായി പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ വെള്ളമായി കേട്ടോ.
ഞണ്ട് അധികം നേരം മുറിച്ച് വെച്ചാൽ അത് വെള്ളമാവുമെന്ന് പണ്ടുള്ളവരൊക്കെ പറയണ കേൾക്കാം. അത് സത്യം തന്നെയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് അതിൻ്റെ ഇറച്ചിയൊക്കെ വെള്ളം പോലെ ആയി വരുന്നത് നമുക്ക് കാണാം. അത് പുതിയ അറിവൊന്നുമല്ല കേട്ടോ, പണ്ടുള്ളവരൊക്കെ പറയലുണ്ട്. എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാനത് നല്ലോണം ഒന്ന് ഞണ്ട് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലിനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് വേവ് ശരിയാവില്ല. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ അടുപ്പത്തുള്ളതുകൊണ്ടേ ഞാനതൊന്ന് എടുത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ പെട്ടെന്ന് വെള്ളം ചൂടാവേണ്ട ഒരു താമസമൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും. അപ്പം ഞാൻ വേഗം ഒന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈക്ക് വേണ്ടതുണ്ടാക്കി ഉള്ളി വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് അടുപ്പത്തും വെക്കുക, ഒന്ന് ഗ്യാസുമ്മലും വെക്കുക. കാരണം അത് വേവണ വരെ കാത്തു നിൽക്കാൻ വയ്യ. കുറച്ച് തിരുമ്പാനും കുളിക്കാനും ഒക്കെ ഉണ്ട്. ബാക്കിയൊക്കെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വേഗം കുളിയൊന്ന് കഴിയണമല്ലോ. ഞാനിന്ന് കുറച്ച് നേരം വൈകിന് എല്ലാ പണികൾക്കും. കുറച്ച് എണീക്കാൻ നേരം വൈകിപ്പോയിട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് കിടന്ന്, അതുകൊണ്ട് തന്നെ പണികൾക്കൊക്കെ ഒന്നൊരു നേരം വൈകായി. അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നൊന്തുമോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഇന്ന് എന്താ അറിയില്ല, വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ആൾ വേഗം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസുമ്മൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് വേഗം പൊറോട്ടേൻ്റെ കൂടെ തിന്നാലോ, അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര വലിയ ശുഷ്കാന്തി. അതെനിക്ക് മനസ്സിലായി കേട്ടോ. അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി തന്നാൽ മതി എന്നാണ് അവൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കണ്ടേ. ഈ മസാലയിലേക്ക് എല്ലാം സിമ്പിൾ തന്നെ കേട്ടോ. നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അതൊന്ന് മൂത്തിട്ട് വലിയുള്ളി ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ തന്നെ. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ വേഗത കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലാണ് ഇതൊന്ന് നല്ലോണം വെന്ത് കിട്ടുള്ളൂ കേട്ടോ. വെന്ത് കിട്ടിയാലേ എൻ്റെ നന്ദുമോൾക്കുള്ള വെയിറ്റിങ്ങിൻ്റെ കാര്യം ഒന്ന് സ്പെഷ്യലായിട്ട് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളെ റോക്കിമോൻ്റെ കൂടൊന്ന് നവീകരിച്ച ഷോറൂം പോലെ ആയിരുന്നു കേട്ടോ. പുതിയ കൂടുണ്ടാക്കി റോക്കിമോനെ പുതിയ കൂട്ടിലേക്ക് മാറ്റിയണേ. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കൂടിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കേനി കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ഇടുമ്പം ഞാൻ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പുതിയ കൂടുണ്ടാക്കി അവൻ്റെ പുതിയ കൂട്ടിലേക്ക് ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പഴയ കൂട് ഇങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്ത് കേട്ടോ. നല്ല കൂട് തന്നെയാണ്. 2-3 കമ്പികൾ തുരുമ്പ് പിടിച്ച് പോയിന്നേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് കേടാവാത്ത മുന്നേ തന്നെ ഓനെ നല്ലൊരു കൂടുണ്ടാക്കി അതിലേക്ക് മാറ്റിയതാണ്. ആ കൂടും ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിലെന്തെങ്കിലും വൃത്തികേടൊക്കെ ഓനെ ആക്കുകയാണെങ്കിൽ ആ കൂട്ടിലേക്ക് മാറ്റിയിട്ടിട്ട് പിന്നെ ഈ കൂട് നന്നാക്കാമല്ലോ. അപ്പോൾ അതുവരെ പുറത്ത് കെട്ടിയിടുമ്പം പൂച്ചയൊക്കെ ആക്രമിക്കും ഓനെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ കൂടൊക്കെ. അപ്പോൾ കൂട് ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. അപ്പോഴേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിന് ഞണ്ടിൻ്റെ ഫ്രൈ ഇതാ റെഡിയായി വരുന്നുണ്ട്. കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയത്. കാരണം വെറും ഫ്രൈ പോലെ ആകുമ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിലും ഇട്ട് കൊടുക്കണം. ഇതും ഇവിടെ നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് തുടങ്ങി കേട്ടോ. വേഗം ചെമ്മീൻ ഫ്രൈ ആണ് റെഡി ആയത്. ഞണ്ട് ഫ്രൈ ഇനി കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല കേട്ടോ, വീട്ടിലുണ്ടായ കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നല്ല അടിപൊളിയിൽ കഴുകി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ ഇനി ഇതൊന്ന് മൂടി വെച്ചാൽ, ഓഫാക്കി മൂടി വെച്ചാൽ ഇതവിടെ സെറ്റായിക്കോളും. അപ്പോൾ ഇനി ആ ഒരു പരിപാടി നോക്കണ്ട കേട്ടോ. കൂടുതൽ എരിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഇതും സെറ്റായിന്. അപ്പോൾ ഇതിലേക്കും കുറച്ച് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പ്. അപ്പോൾ ഞാൻ മല്ലിച്ചപ്പൊക്കെ എടുത്തുകൊണ്ട് വരണം. ആദ്യം ഞാൻ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പം എല്ലാ പണികളും കൂടി കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് അകത്താക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. സത്യമായിട്ടും അത്രയ്ക്കും വിശപ്പുണ്ട്. നേരം വൈകിയോണ്ടാണ് കേട്ടോ. അപ്പോൾ നായ്ക്കുട്ടികളും ഞണ്ടും ചെമ്മിയൊന്നും കൂട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ അനീഷേട്ടൻ കുറച്ച് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നു ഓർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മഞ്ഞപ്പൊടി ഇട്ടുണ്ടാക്കട്ടെ വിചാരിക്കുക. കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് എടുക്കണില്ല. അപ്പോൾ ഉച്ചത്തേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. വൈകുന്നേരത്തേക്ക് ഇനി വൈകുന്നേരം ഉണ്ടാക്കിയിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെ ഞണ്ട് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡിയായിന്. ഒക്കെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിന് കേട്ടോ. ഞാൻ കഴുകിയെടുത്തതിന് ശേഷം അതാ 2-3 കഷ്ണം ഉച്ചത്തേക്ക് മാത്രം ഞാൻ കറി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം എരിവില്ലാതെ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ. വെറും ചിക്കൻ കറിയൊന്നും കൊടുക്കും, പക്ഷെ ഇങ്ങനെയും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമോ എന്താ ഒന്നും അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേഗം ഗ്യാസുമ്മൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഇത് പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാസുമ്മൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത ഓൽക്കുള്ള ഭക്ഷണം റെഡിയായ
ഒരു സമാധാനത്തോട് കൂടി കൊടുക്കാമല്ലേ. അപ്പോൾ ഇത് നന്ദമോൾ ഇവിടെ ഇരുന്നിട്ട് പൊറോട്ടയും ചെമ്മീൻ ഫ്രൈയും ഒക്കെ തിന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് കണ്ടോ, ഇതാവാൻ വേണ്ടിയിട്ട് എത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നത് ചായ കുടിക്കാതെ. അപ്പോൾ ആളിത് ചായ കുടിക്കുകയാണ്. പിന്നെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മയും ഫോണിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ പുറത്ത് പാപ്പുമോളും ഉണ്ട്. നല്ല വെയിലുമാണ് കേട്ടോ. ഉച്ച സമയം തന്നെയായി, 1 മണി 1:15 ആയിരുന്നു കേട്ടോ. നല്ല വെയിലായിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരെ ചിക്കൻ്റെ മഞ്ഞപ്പൊടി ഇട്ട കറിയൊക്കെ റെഡി ആയിന് കേട്ടോ. ഇനി അതൊന്ന് കൂട്ടി അവർക്ക് ആദ്യം ചോറ് കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് തിരുമ്പലും കൂളിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.